ഹേ ഗായ്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു കേട്ടോ. എനിക്കും സുഖമാണ്. സോ ഇത് മകരമാസമാണല്ലോ. അയ്യപ്പൻ വിളക്കും അയ്യപ്പൻ പാട്ടും ഒക്കെ നമ്മൾ ആസ്വദിക്കുന്ന സമയമാണ് ഈ ഒരു ടൈം എന്ന് പറയുന്നത്. സോ അതുപോലൊരു അയ്യപ്പൻ വിളക്കിനാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഇതാണ് പോകുന്ന വഴി. നല്ല പാടങ്ങളും റബ്ബർ തോട്ടങ്ങളും ഒക്കെ കണ്ടുകൊണ്ടാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത്. ഞങ്ങളുടെ വീട്ടിൽ നിന്നൊരു കുറച്ച് മാത്രമേ ഉള്ളൂ പോകുന്ന അമ്പലത്തിലോട്ട്. സോ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല വൈകുന്നേരം കേട്ടോ. അതുകൊണ്ട് തന്നെ കുറച്ച് തണുപ്പൊക്കെ ഉണ്ട്. നമ്മൾ ഗ്രാമത്തിലായതുകൊണ്ട് തണുപ്പാണെങ്കിലും ചൂടാണെങ്കിലും അല്ലെങ്കിൽ മഞ്ഞാണെങ്കിലും അതിൻ്റേതായിട്ടുള്ള രീതിയിൽ നമ്മൾക്ക് അനുഭവിച്ചറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെയൊരു ക്ലൈമറ്റാണ് നമ്മൾക്കിപ്പോൾ ഉള്ളത്. രാവിലെ നല്ല തണുപ്പായിരിക്കും. സോ ഏകദേശം ദേ അമ്പലത്തിലെത്താറായിട്ടോ. അങ്ങനെ അമ്പലത്തിലെത്തി അവിടെ കാറ് നിർത്തി ഞങ്ങൾ ദേ അമ്പലത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നടന്നു പോകുന്ന വഴിയാണെന്നുണ്ടെങ്കിൽ നല്ല ദീപാലങ്കൃതമായിട്ട് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല അവിടുത്തെ അമ്പലമാണെങ്കിലും നല്ല നല്ല ഭംഗിയിൽ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്തായാലും നമ്മൾ പോകുന്ന വഴിക്ക് ആ കാണുന്നത് വേണ്ടോ നല്ല രീതിയിൽ അവർ അമ്പലം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ദേ ഫ്രണ്ടിൽ നോക്കൂ, അതുമാത്രമല്ല ദേ ഫ്രണ്ടിൽ കണ്ടോ ഒരു മരം ഉണ്ട് കേട്ടോ. അതിൽ നല്ല ലൈറ്റ് അറേഞ്ച്മെൻ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴല്ല, ഒരു രാത്രിയൊക്കെ ആകുമ്പോൾ അതിൽ നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റും കേട്ടോ. നമ്മൾ പോയി അവിടെ എത്തിയ സമയം വിളക്ക് പൂജ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ അതിനെ നടക്കാൻ പോകുന്നത് അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറയാം. ജസ്റ്റ് തുടങ്ങിയതേ ഉള്ളൂ കേട്ടോ. സോ എനിക്കിതെല്ലാം ഭയങ്കര കാണാനും കേൾക്കാനും ഒക്കെ നല്ല ആഗ്രഹമുള്ള ഒരു കാര്യങ്ങളാണ് കേട്ടോ. അമ്പലത്തിലെ വിളക്ക് പൂജ, ദീപാരാധന, അങ്ങനെയുള്ള കാര്യങ്ങൾ. സോ നമ്മളതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഇവർ ചെയ്യുന്നത് ഡയറക്റ്റായിട്ട് ദേവി പൂജ ചെയ്യുന്നതിന് അത്രയും ഫലപ്രദമാണ് എന്നൊക്കെയാണ് പറയുന്നത്. അവിടെ ഒരു തന്ത്രിയുണ്ട്. ആ തന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇവർ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. പൂജ ചെയ്യാൻ അങ്ങനെ അറിയില്ലല്ലോ. അപ്പം അവരുടെ നിർദ്ദേശപ്രകാരമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നട തുറന്നപ്പോൾ ഞാനോളും കൂടെ തൊഴുതാനായിട്ട് പോയി. തൊഴുത് തിരിച്ചു വന്ന് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ കണ്ടൊരു കാഴ്ചയാണിത്. ഒരു അപ്പൂപ്പനും മോനും കൂടെ വിളക്ക് പൂജയ്ക്കിടയിൽ ചെയ്യുന്ന അതേ കാര്യങ്ങൾ അവർ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. തൊഴുതുന്ന സമയത്ത് തൊഴുതുക, അവർ പ്രദക്ഷിണം. അച്ഛനും മോളും അല്ലെങ്കിൽ അപ്പൂപ്പനും മോളും നല്ല രസമായിരുന്നു കണ്ടുകൊണ്ടിരിക്കാനായിട്ട്. സോ അങ്ങനെ കണ്ടുകൊണ്ടിരുന്ന ഇനി എന്തായാലും ഒരു അവസാന ഭാഗമാണ്. ഒരു ശരണം വിളി കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം അല്ലേ, നോക്കാം. देवदेवोत्तमा देवता सर्वभौम अखिलाण्डकोटि ब्रह्माण्ड नायक श्री हरिहरपुत्र स्वामिने शरणमय्यप्प शरणमय्यप्प शरणमय्यप्प. എന്തായാലും നല്ലൊരു ശരണം വിളി കേട്ടില്ലേ? നല്ല തൃപ്തിയായിട്ടോ. എനിക്ക് ഹൃദയം കവർന്ന ശരണം വിളിയായിരുന്നു. അടുത്തത് ആശാ സുരേഷ്, അതായത് സോപാന സംഗീത കലാകാരി സുരേഷ്, അവരുടെ സോപാന സംഗീതമാണ് കേൾക്കാം.
പ്രോഗ്രാം ഞങ്ങൾ ഫുള്ളായിട്ട് കാണാൻ നിന്നില്ല കേട്ടോ, മോള് വാശി പിടിച്ചത് കൊണ്ട്. എന്തായാലും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്